മാലിന്യമുക്തവും സമ്പൂർണ്ണ ശുചിത്വവും കൈവരിക്കാനായി 6 പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവ മാലിന്യ സംസ്കരണത്തിനായി മാലിന്യങ്ങൾ സിമന്റുമായി കൂട്ടിച്ചേർത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 6 പ്ലാന്റുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. പ്ലാസ്റ്റിക് നിയന്ത്രണത്തിനായി ബെവ്കോയിൽ ബോട്ടിൽ ഡിപ്പോസിറ്റ് സംവിധാനം നടപ്പിലാക്കും. മാലിന്യ സംസ്കരണത്തിന് സജീവമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ആവിഷ്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാത്രമല്ല, മാലിന്യത്തിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ പണച്ചെലവ് കുറയ്ക്കാനും പറ്റും. RDF പ്ലാന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. നിലവിൽ നമുക്ക് 290 ടൺ മാലിന്യം RDF ആക്കി മാറ്റാനുള്ള പ്ലാന്റാണ് നിലവിലുള്ളത്. 290 പ്രതിദിനം 720 ടൺ അജൈവ പാഴ്വസ്തുക്കൾ RDF ആക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ നമുക്ക് ഈ ഡിസംബർ അവസാനത്തോടുകൂടി സ്ഥാപിക്കാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ 6 പുതിയ RDF പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ളതിൻ്റെ അപ്ഗ്രഡേഷനാണ് 2 ബാക്കി 4 പുതിയ പ്ലാന്റ്. ഇത് വരുന്നതോടുകൂടി കേന്ദ്ര പാർപ്പിട നഗര മന്ത്രാലയം നടത്തിയ ദേശീയ ശുചിത്വ സർവേയിൽ കേരളത്തിന് ഇക്കുറി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു.